മാളയിൽ 6 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. നാട്ടുകാർ രോഷാകുലരായ സാഹചര്യത്തിൽ തെളിവെടുപ്പ് വൻ പോലീസ് സന്നാഹത്തോടെയാകും നടക്കുക. വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂർ ചേരുകയാണ്. ശരത്, എന്തൊക്കെയാണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മറ്റു വിശദാംശങ്ങൾ കൂടി ചേർത്താൽ. ഇന്നലെ വൈകിട്ട് കാണാതായ ആബേലിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇത് ഇന്നലെ രാത്രി തന്നെ സമീപവാസിയായ ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ജോജോ, 23 വയസ്സുള്ള ജോജോ എന്ന യുവാവിനെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അയാളുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് ഒരു 11:00 കൂടിയിട്ട് ഇദ്ദേഹത്തെ തെളിവെടുപ്പിനായിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ കുളത്തിന് സമീപത്തേക്ക് എത്തിക്കും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം ഉയരാനും അത് പ്രതിക്കെതിരെ തിരിയാനുമുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത്. അജിംഷാദ്. ശരി ശരത്. പ്രതി ജോജോയുമായുള്ള തെളിവെടുപ്പാണ് നടത്തുക. ഒരുപക്ഷെ വലിയ പ്രതിഷേധം, അവിടെ നാട്ടുകാരുടെ രോഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സാഹചര്യത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാളയിൽ 6 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള നീക്കങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്. ശരത് തോങ്ങല്ലൂർ, അതായത് ഈ ലൈംഗികമായ അതിക്രമത്തെ ചെറുത്തതാണ് കുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒരുപക്ഷെ ജനങ്ങളെ രോഷാകുലരാക്കുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം അല്ലേ? CCTV ദൃശ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് പുറത്തെത്തിയിരുന്നു കുട്ടിയുടെ. മാളയിലെ 6 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാണ് ഇനി അടുത്തത് പോലീസിൻ്റെ നീക്കം. പക്ഷേ വലിയ രോഷമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. നാട്ടുകാർ രോഷാകുലരായ സാഹചര്യത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയായിരിക്കും, സന്നാഹങ്ങളോടുകൂടി തന്നെയായിരിക്കും പോലീസ് തെളിവെടുപ്പ് നടത്തുക. ഇപ്പോൾ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊലപാതകമുണ്ടായത്. ലൈംഗികമായി ചൂഷണം ചെയ്തതിനെ എതിർത്തതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരത് തോങ്ങല്ലൂർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശരത് തോങ്ങല്ലൂർ, അതായത് ഈ ലൈംഗികമായ ചൂഷണത്തിനുള്ള ശ്രമം ചെറുത്തതാണ് കുട്ടിയെ കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്നതായിരിക്കും ഒരുപക്ഷെ നാട്ടുകാരെ കൂടുതൽ രോഷാകുലരാക്കുന്നത് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടെത്തിയ CCTV ദൃശ്യങ്ങളടക്കം അതിൻ്റെയും കൂടി വിശദാംശങ്ങൾ ചേർത്താൽ. അജിംഷാദ്, ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ നിന്ന് കേവലം 250 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ പ്രതിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ കൊല്ലപ്പെട്ട ആബേല് കുട്ടികളുമായിട്ട് സമപ്രായമുള്ള കുട്ടികളുമായിട്ട് കളിച്ചിരുന്നു. അതിനിടയിൽ ഇയാൾ വരികയും ഇയാളുടെ കൂടെയും ഈ റോഡിലൂടെ ഓടിക്കളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇയാളുടെ കൂടെ ഓടുന്നതിനിടയിലാണ് ഇയാൾ ഈ കുട്ടീനെ ഒരു പാടത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ കുട്ടി അത് എതിർക്കുകയും താനത് വീട്ടിൽ പോയി പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ പ്രകോപിതരായിട്ടുള്ള പ്രതി ഈ കുഞ്ഞിനെ നേരെ ഒരു കുളത്തിലേക്ക് എറിയുകയായിരുന്നു. ആ കുളത്തിൽ നിന്ന് ആ കുട്ടി കയറി വരാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ വീണ്ടും മുക്കി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സമീപവാസിയാണ്. ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന വാർത്ത വന്നതിന് പിന്നാലെ അവിടെ വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ നടന്നിരുന്നു. ഈ തെരച്ചിലുകളിലെല്ലാം വളരെ സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ് ഈ പ്രതി എന്ന് പറയുന്നത്. തെരച്ചിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് പലപ്പോഴും തെരയുന്ന സ്ഥലം സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് സംശയം തോന്നുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസിനോട് ഇയാൾ മൊഴി നൽകിയത് ഈ കുഞ്ഞ് കുളത്തിൽ വീഴുന്നത് താൻ കണ്ടു എന്നാണ് പറഞ്ഞത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നയാൾ പറഞ്ഞത് തന്നെ പരിഹസിച്ചപ്പോൾ അതിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കുഞ്ഞിനെ കുളത്തിലേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രതിരോധവും അതിനെ തുടർന്നിട്ടുള്ള ദേഷ്യവുമാണ് അല്ലെങ്കിൽ അതിനെ തുടർന്നിട്ടുമാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന കാര്യം പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകും. കാരണം സമീപവാസിയാണ് ഇയാള്. കാരണം ഈ കുഞ്ഞിനെ വളരെ ചെറിയ പ്രായം തൊട്ട് അറിയുന്ന ഒരാളാണ്. അയാളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ക്രൂരകൃത്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം വരും. അത് തന്നെയാണ് പോലീസ് ഇയാളെ വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടി മാത്രം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന് പിന്നിൽ. അജിംഷാദ്.
ശരി. ശരത് തോങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. എപ്പോഴാകും തെളിവെടുപ്പ്? അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് തിരിച്ചെത്താം.